ഹലോ മക്കളെ, അപ്പം നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഫൈനൽ സെക്ഷൻ ആണ് ഈ ഒരു ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ബാലൻസ് പോർഷൻസ്, ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമൽ എക്സ്പാൻഷൻസ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൽ അതിൽ തന്നെ എന്താണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, അതിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി ആ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നെക്സ്റ്റ് ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇത് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺവെക്ഷൻ എന്ന് പറയും, കണ്ടക്ഷനിൽ നമ്മൾ പറഞ്ഞു ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം എന്താണ് ആക്ച്വലി മൂവ് ചെയ്യുന്നില്ല അല്ലെ. അവർക്കൊരു എനർജി കിട്ടുന്നു, ഒരു മോളിക്യൂളിന് കിട്ടുന്നു, അവരെന്ത് ചെയ്യുന്നു, അത് വൈബ്രേറ്റ് ചെയ്ത് അടുത്ത മോളിക്യൂളിന് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡ് വരെ ഹീറ്റ് എത്തണം എന്താണ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇപ്പുറം വരെ എത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. കാരണം ഓരോ പാർട്ടിക്കിളും കിട്ടുന്ന എനർജി വൈബ്രേറ്റ് ചെയ്ത് അടുത്ത ആൾക്ക് കൊടുക്കുന്നു. കാരണം എന്താണ്, സോളിഡ്സിൽ വളരെ ക്ലോസ്ലി പാക്ഡ് ആണ് ആറ്റംസ് അല്ലെ. സോ ആക്ച്വൽ ഫ്ലോ ഓഫ് ആറ്റംസിന്റെ ആവശ്യമില്ല, ഒരു ആറ്റം വൈബ്രേറ്റ് ചെയ്ത് അടുത്തതിലേക്ക് പാസ് ചെയ്യുന്നു, അങ്ങനെ പാസ് ചെയ്ത് ഇപ്പുറത്തെ എൻഡ് വരെ എത്തുന്നു. ഓക്കെ, സോ കണ്ടക്ഷൻ മെയിൻലി ഏതിലാണ് കാണുക? സോളിഡ്സിലാണ് കാണുന്നത്. അപ്പൊ കൺവെക്ഷൻ ഏതിലാണ്? കൺവെക്ഷൻ അടുത്ത രണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതാണ് മക്കളെ? നമ്മുടെ ലിക്വിഡ്സും ഗ്യാസസും. ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും നമ്മൾ ടുഗദർ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കും അല്ലെ. സോ കൺവെക്ഷൻ ഇറ്റ് ഈസ് യൂഷ്വലി സീൻ ഇൻ ഫ്ലൂയിഡ്സ്. ഓക്കെ, ഫ്ലൂയിഡ്സിലാണ് നമുക്ക് ഈ ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കാണുന്നത്. കൺവെക്ഷൻ എന്ന് കാണുന്നത് ഏതിലാണ്? ഫ്ലൂയിഡ്സിലാണ്. ഓക്കെ, സോ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓഫ് ഫ്ലൂയിഡ് എന്നാണ് അല്ലെ. അപ്പൊ ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബോത്ത് ലിക്വിഡും ഗ്യാസും രണ്ടിനെ നമ്മൾ ടുഗദർ വിളിക്കുന്ന പേരാണെന്ത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ കൺവെക്ഷന്റെ ഒരു ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേസിക്കലി അറിയാം, ഈ വിൻഡ് അല്ലെ. നമ്മൾ മൂവ്മെന്റ് ഓഫ് എയർ ഇസ് കോൾഡ് വിൻഡ്, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിൽ തന്നെ എന്താണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത്, പക്ഷെ ഇതിന്റെ പിന്നിൽ കൺവെക്ഷൻ ആണെന്ന് നമുക്ക് ഈ ഒരു തിയറിയിലൂടെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ കൺവെക്ഷനിൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഹൈ ഡെൻസിറ്റി റീജിയൻ, ലോ ഡെൻസിറ്റി റീജിയൻ, ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാം അല്ലെ. അതായത് ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത്. സോ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ഹീറ്റ് ഫ്ലോസ് ഫ്രം വൺ ലോ ഡെൻസിറ്റി റീജിയൻ ടു ഹൈ ഡെൻസിറ്റി. ഓക്കെ, ഇല്ലേ നമ്മൾ പ്രഷറിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഹൈ പ്രഷർ ടു ലോ പ്രഷർ, അങ്ങനെയാണ് നമ്മൾ പറയാം അല്ലെ. അപ്പോൾ പ്രഷറിലുള്ള ഡിഫറൻസ്, ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ്, ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് എന്താണ് ഈ ഒരു ഹീറ്റ് ഫ്ലോയിനെ, ഓക്കെ, എയറിന്റെ മൂവ്മെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. സോ ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ. സോ കൺവെക്ഷനിൽ മാറ്റർ തന്നെ എന്താണ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, അത് വളരെ സ്ലോ ഒരു പ്രോസസ്സാണ്. ഓക്കെ, കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇറ്റ് റിക്വയർസ് എ മീഡിയം. ഓക്കെ, സോ കണ്ടക്ഷനിൽ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ വരുന്നില്ല, പക്ഷെ കൺവെക്ഷൻ എന്താണ് മാറ്റർ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അതായത് പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം തന്നെ എന്താണ് മൂവ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, വിൻഡിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, എയർ മൂവ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് മൂവ് ചെയ്യുന്ന കാണാം, പൊടി പടലങ്ങളൊക്കെ അല്ലെ. അപ്പൊ കൺവെക്ഷന്റെ ഒരു ബേസിക് എക്സാമ്പിൾ ആണ്. അതിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നാച്ചുറൽ കൺവെക്ഷനും ഫോഴ്സ്ഡ് കൺവെക്ഷനും. ഓക്കെ, കൺവെക്ഷൻ ഏതൊക്കെ രണ്ടിതിലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? നാച്ചുറൽ കൺവെക്ഷനും ഫോഴ്സ്ഡ് കൺവെക്ഷനും. ഓക്കെ, നാച്ചുറൽ കൺവെക്ഷൻ ആൻഡ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നേച്ചറിൽ തന്നെ ഒക്കർ ചെയ്യുന്ന കൺവെക്ഷനാണ് നമ്മൾ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, അതുപോലെ ട്രേഡ് വിൻഡ്സ് ഒക്കെ, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ കൺവെക്ഷൻ ആണ്. അപ്പൊ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്തായിരിക്കും? അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നാച്ചുറൽ കൺവെക്ഷനിൽ ഡിഫറെൻറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ കാറ്റഗറീസ് വരുന്നതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ വരുന്ന ഈ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് നിങ്ങൾക്ക് എന്താണ് ചെറിയ മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും അല്ലേ. അപ്പോൾ സീയിൽ നിന്ന് ലാൻഡിലേക്ക് അടിക്കുന്നത് നമ്മൾ വെറുതെ സീ ബ്രീസ് അങ്ങനെ എഴുതി വെക്കുന്നതിന് പകരം എന്താണ് ഇവിടെ, എങ്ങനെയാണ് ആ എയറിന്റെ മൂവ്മെന്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ദി എയർ മൂവ്മെന്റ്, അതായിരിക്കും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, സോ അതിനനുസരിച്ച് നമുക്ക് വി ഹാവ് ടു ഡിഫൈൻ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നാച്ചുറൽ കൺവെക്ഷൻ എന്ന്. ഓക്കെ, എന്താണ് നാച്ചുറൽ കൺവെക്ഷൻ എന്ന് നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലേ. നേച്ചറിൽ തന്നെ സംഭവിക്കുന്നത്. സോ ഇതിലെന്താണ് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, ട്രേഡ് വിൻഡ്സ് ഒക്കെയാണ് വരുന്നതെന്ന് അറിയാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഈ എയറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചറിൽ പറഞ്ഞു ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ ആണ്. അതായത് ഒരു ഹോട്ടർ ബോഡിയിൽ നിന്ന് ഒരു കോൾഡർ ബോഡിയിലേക്കാണ് അതിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, അവിടുന്ന് അങ്ങനെയാണ് എന്തിന്റെ ഹീറ്റിന്റെ ഫ്ലോ സംഭവിക്കുന്നതെന്ന്.
ഓക്കെ. സോ നാച്ചുറൽ കൺവെക്ഷനിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഒരു ഫ്ലൂയിഡ് നിങ്ങൾ എടുക്കുകയാണ്, ലെറ്റ് ഇറ്റ് ബി എന്താ ലിക്വിഡ് അല്ലെ ഗ്യാസ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് ഇസ് ഹീറ്റഡ് ബിലോ ദ ഹോട്ട് പാറ്റ്. ഓക്കെ, സോ അതായത് ഒരു ഫ്ലൂയിഡിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നു, അപ്പൊ എന്ത് പറ്റും? ഈസ് ഹീറ്റഡ് ബിലോ. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, അവിടെയുള്ള ഹീറ്റഡ്, അത് കഴിഞ്ഞിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഹീറ്റഡ് ബിലോ. ആദ്യം നിങ്ങൾ ഹീറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഹീറ്റ് കിട്ടുന്ന പാർട്ടില്ലേ, അതായത് ഇപ്പം നിങ്ങൾ ഒരു കലത്തിൽ വെള്ളം എടുത്തു, ആ വെള്ളം ചൂടാക്കുന്നു, അപ്പം ആ അടിയിലുള്ള വെള്ളത്തിനാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? ചൂട് കിട്ടുക അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഹോട്ട് പാർട്ട് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. നമുക്കറിയാം, ഒരു ഹീറ്റ് കൊടുക്കുന്നു, അപ്പൊ അവിടെയുള്ള മോളിക്യൂൾസിന് എനർജി കിട്ടുന്നു, അവർ എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെ. എക്സ്പാൻഡ് ചെയ്ത് എന്താണ്? അവർ മുകളിലോട്ട് പൊങ്ങും. അപ്പൊ എന്താണ്? ദേ ബിക്കം ലെസ് ഡെൻസർ. അവരുടെ ഡെൻസിറ്റി കുറയും അല്ലെ, ഡെൻസിറ്റി കുറയും. ആൻഡ് ഇറ്റ് റൈസസ്. ഓക്കെ, ഡെൻസിറ്റി കുറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കും അല്ലേ, അപ്പൂപ്പൻ താടിയൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം ലെസ് ഡെൻസർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? മുകളിലേക്ക് റൈസപ്പ് ചെയ്യും. അപ്പൊ ഈ താഴെ നിൽക്കുന്ന പാർട്ടിക്കിൾസ് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. ആ സ്പേസിലേക്ക് എന്ത് പറ്റും? മുകളിലുള്ള കോൾഡർ ആയിട്ടുള്ള ആൾക്കാർ, ഓക്കെ, കോൾഡറും അതുപോലെ തന്നെ മോർ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ താഴോട്ട് വരും. ഓക്കെ, സോ ഇറ്റ് റീപ്ലേസസ് ഇറ്റ്സ് പ്ലേസ്. ആൻഡ് ഇതെന്താണ്? ഇത് അപ്പൊ താഴെ വരുന്ന ആള് പിന്നെ ഹീറ്റ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോക്കി. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, സപ്പോസ് ഇതൊരു ബീക്കറാണ്. അപ്പൊ എന്താണ്? ഇതിൽ കുറെ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊക്കെ കുറെ മോളിക്യൂൾസ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്തു? ഈ മോളിക്യൂൾസ്, ഇത് വാട്ടർ ആണ് കേട്ടോ. ഓക്കെ, സോ ഇത് വാട്ടർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഫയർ കൊടുക്കുകയാണ്. ഓക്കെ, ഫയർ കൊടുക്കുന്നു. ഇത് ഫയർ ആണ്. ഓക്കെ, സോ ഫയർ കൊടുക്കുന്നു. ഓക്കെ, സോ ഫയർ കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ അടിയിലുള്ള, ഓക്കെ, ഇത് വാട്ടർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ. അപ്പം അടിയിലുള്ള നിങ്ങൾ വാട്ടറിന് നിങ്ങൾ ചൂടാക്കുവാണ്. അപ്പൊ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടറിന്റെ താഴത്തെ പാർട്ടിലുള്ള വെള്ളത്തിന് താഴത്തെ ഭാഗത്തുള്ള വെള്ളത്തിന് ഹീറ്റ് കിട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? അവർ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താണ്? എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവരുടെ ഡെൻസിറ്റി കുറയും അല്ലെ. ഇപ്പൊ ഡെൻസിറ്റി കുറയും. മുകളിലും വെള്ളം ഉണ്ട് അല്ലെ, ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു വിചാരിക്കും. ഓക്കെ, ഇതെല്ലാം വെള്ളമാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് പാർട്ടിക്കിൾസിനെയാണ് ഇങ്ങനെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ വെള്ളമാണ്. ഓക്കെ, സോ വെള്ളത്തിന്റെ അടിയിലുള്ള പാർട്ടിക്കിൾസിനാണ് നേരിട്ട് ചൂട് കിട്ടുക. അപ്പൊ അവ എന്ത് ചെയ്യുന്നു? ആ ചൂട് സ്വീകരിച്ച് അല്ലെ, എനർജി സ്വീകരിച്ച് അവരെ എക്സ്പാൻഡ് ചെയ്യും, ഡെൻസിറ്റി കുറയും. അപ്പൊ എന്താണ്? നിങ്ങൾക്കറിയാം, താഴെ ഇപ്പൊ ഡെൻസിറ്റി കുറവുള്ള പാർട്ടിക്കിളും മുകളിലത്തെ, ഓക്കെ, താഴത്തെ പാർട്ടിലെ വെള്ളത്തിന് വെച്ച് നോക്കും മുകളിലത്തെ പാർട്ടിലെ വെള്ളം എന്താണ്? മുകളിലത്തെ വെള്ളം ചൂട് കുറവാണ് അല്ലെ. അപ്പൊ അവിടെ എന്തായിരിക്കും? അവർ കുറച്ചും കൂടെ കോൾഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കോൾഡർ പാർട്ടിനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവുക. അപ്പം ഈ താഴെ ഉള്ളത് എക്സ്പാൻഡ് ചെയ്യുകയും അവരുടെ ഡെൻസിറ്റി കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർക്ക് താഴെ നിൽക്കാൻ പറ്റത്തില്ല അല്ലെ, അവരിങ്ങനെ പൊങ്ങി പൊങ്ങി അപ്പൂപ്പൻ തടി പോലെ പോകുന്ന പറഞ്ഞ പോലെ അവരുടെ ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള പാർട്ടിക്കിള് മുകളിലോട്ട് പോകും. ഓക്കെ, ദേ ബിക്കം ലെസ് ഡെൻസർ ആൻഡ് റൈസസ് അപ്പ്. ഓക്കെ, ഡെൻസിറ്റി കുറഞ്ഞ് അവർ മുകളിലോട്ട് പോകും. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? ഇവിടെ ഒരു വൺസ് അവർ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെയുള്ള ആ സ്പേസ് എന്താണ്? ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. ഇവിടെയുള്ള പാർട്ടിക്കിൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടില്ലേ അല്ലെ. ഈ നീല പാർട്ടിക്കിളെല്ലാം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം താഴെ ഉണ്ടായിരുന്നവരല്ലേ ഇപ്പൊ എവിടെ എത്തി? മുകളിലെത്തി അല്ലെ. അവർക്കാണ് ഡെൻസിറ്റി കുറവ്. അപ്പൊ എന്ത് പറ്റി? ഇവർ മുകളിലെത്തി. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ താഴെയുള്ള ഒരു മുകളിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ. ഈ സ്പേസിലേക്ക് എന്ത് പറ്റും? മുകളിൽ ഉണ്ടായിരുന്ന പാർട്ടിക്കിൾസ്, ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കിൾസ് എന്ത് പറ്റും? അവർ താഴോട്ട് വരും. ഓക്കെ, സപ്പോസ് മുകളിൽ ഉണ്ടായിരുന്ന പച്ച കളർ പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിക്കുക. അവരിപ്പോ എന്ത് പറ്റി? അവർ കോൾഡർ പാർട്ടായിരുന്നു, അവർ താഴോട്ട് വരും. ഓക്കെ, സോ ഇനി എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ എന്താണ്? ഇവർക്ക് പിന്നെ ചൂട് കിട്ടും, ഇവര് ലെസ് ഡെൻസർ ആവും. അപ്പൊ ഇവർക്ക് ഡെൻസിറ്റി കുറയുമ്പോൾ ഇവർ മുകളിലോട്ട് പോകും, ഇവർ താഴോട്ട് വരും. സോ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ആക്കും. അപ്പം ലെസ് ഡെൻസർ ആയിട്ടുള്ള നേരിട്ട് ഹീറ്റ് എനർജി കിട്ടുന്ന മോളിക്യൂൾസ് എന്ത് പറ്റും? അവ എക്സ്പാൻഡ് ചെയ്ത് അവയുടെ ഡെൻസിറ്റി കുറഞ്ഞ് അവർ മുകളിലോട്ട് പോകും. അപ്പൊ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്താണ്? കോൾഡർ പാർട്ടിൽ നിന്നുള്ള കൂടുതൽ ഡെൻസിറ്റി ഉണ്ട്. നമുക്കറിയാം, ഡെൻസിറ്റി കൂടുതലുള്ളവരാണ് എപ്പോഴും താഴെ കിടക്കുക അല്ലെ. അപ്പൊ ഓർത്താൽ മതി, കുറച്ച് എന്താണ് ശക്തിയുള്ള ആൾക്കാരായിരിക്കും നമ്മളിപ്പം താഴെ നിർത്തുക അല്ലെ. എന്തെങ്കിലും അതിന്റെ മുകളിലായിരിക്കും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മത്സരത്തിനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും അടി, നമ്മൾ റോപ്പൊക്കെ വലിക്കാൻ വേണ്ടി ഏറ്റവും സൈഡിൽ നിർത്തുന്ന പറഞ്ഞ പോലെ അവർക്കായിരിക്കും ഏറ്റവും എന്താണ് ഇത് വേണ്ടത്, സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ ഏറ്റവും താഴെ നിർത്തുക. അപ്പം അതിന്റെ മുകളിലേക്കായിരിക്കും നമ്മൾ
വണ്ണം കുറഞ്ഞ ആൾക്കാരെ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്യുക. സോ അങ്ങനെ ഓർത്താൽ മതി. സോ എന്താണ്, അതുപോലെ ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാരെ താഴോട്ട് വരും, മുകളിലോട്ടുള്ളത് പോകും. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കൺവെക്ഷനിൽ ബേസിക്കലി സംഭവിക്കുന്നത്. ഓക്കെ, സോ ഹൈ ഡെൻസിറ്റി റീജിയനും ലോ ഡെൻസിറ്റി റീജിയനും ഉണ്ടാകും. സോ അതിനെ ബേസ് ചെയ്താണ് എന്താണ്, ലോ ഡെൻസിറ്റി ഉള്ളത് മുകളിലോട്ട് പോകും, ഹൈ ഡെൻസിറ്റി ഉള്ളത് താഴോട്ട് വരും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താണ് കൺവെക്ഷൻ സംഭവിക്കുന്നത്. അതിൻ്റെ 2 റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. ഓക്കെ, സോ നാച്ചുറൽ കൺവെക്ഷനിലെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് സീ ബ്രീസ്. ഓക്കെ, നിങ്ങൾക്ക് വേർഡിൽ നിന്ന് മനസ്സിലാകും എന്താ മക്കളെ അത്. സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ സീയിൽ നിന്ന് അടിക്കുന്ന ബ്രീസ്, അതായത് സീയിൽ നിന്ന് വരുന്ന വിൻഡ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്? സീ ബ്രീസ് നിങ്ങൾക്ക് സീം ബ്രീസ് ലാൻഡ് ബ്രീസും ഉണ്ട് അല്ലേ. അതിൽ തന്നെ സീ ബ്രീസ് ഡേ ടൈമിലാണോ അതോ നൈറ്റ് ടൈമിലാണോ കാണുക? നമുക്കറിയാം സീ ബ്രീസ് സീയിൽ നിന്ന് വീശുന്ന ബ്രീസാണ്. ഓക്കെ, അതെങ്ങനെയാണ് സംഭവിക്കുക? നിങ്ങൾക്കറിയാം, നിങ്ങൾ വാട്ടറിന്റെ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് പഠിച്ചു അല്ലേ. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹീറ്റ് കിട്ടും തോറും ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടുകയോ പെട്ടെന്ന് കുറയുകയില്ല. ആ ഒരു ട്രാൻസിഷൻ അല്ലേ. ഹീറ്റ് കൊടുക്കുന്നതോറും ടെമ്പറേച്ചർ പതിയെ കൂടുകയുള്ളൂ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ പതിയെ കുറയുള്ളൂ. ആർക്ക്? വാട്ടറിന് അല്ലേ. അപ്പൊ ഈ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഈ ആശാൻ എന്താണ്, പുള്ളിയെ തണുപ്പിക്കാനും പെട്ടെന്ന് തണുപ്പിക്കാനും പാടാണ്, പെട്ടെന്ന് ചൂടാക്കാനും പാടാണ്. അപ്പൊ എന്താണ്, ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസിലും ഇൻവോൾവ് ആയ 2 ആൾക്കാരാണ്, ഒന്ന് സീയും ഒന്ന് ലാൻഡും അല്ലെ, കരയും കടലും. ഓക്കെ, അപ്പൊ എന്താണ് സീ ബ്രീസിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡേ ടൈമിൽ. ഓക്കെ, സീ ബ്രീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡേ ടൈമിലാണ്. സോ നമ്മൾ വാട്ടറും ലാൻഡും ഈ 2 കാര്യങ്ങളും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലേ. അപ്പൊ ലാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. നമുക്കറിയാം അല്ലെ, ചില ആൾക്കാരെ ഷോർട്ട് ടെമ്പേർഡ് നമ്മൾ പറയും അല്ലെ. അവർ പെട്ടെന്ന് ചൂടാവും, പക്ഷെ എന്താണ് അവർ പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. അതായത് അവർക്ക് എന്താണ് വളരെ ഫ്ലെക്സിബിൾ ആണ് അവർ. ഓക്കെ, സോ സീ ബ്രീസിൽ എന്താ സംഭവിക്കുക? പകൽ സമയത്തിൽ നമുക്കറിയാം സൺലൈറ്റ് ഉണ്ട് അല്ലേ. സണ്ണിൽ നിന്നുള്ള ലൈറ്റ് കാരണം എന്താണ്, ലാൻഡ് പെട്ടെന്ന് ചൂടാവും. ഓക്കെ, ലാൻഡ് പെട്ടെന്ന് ചൂടായി എന്ത് സംഭവിക്കും? ലാൻഡ് പെട്ടെന്ന് ചൂടാവുമ്പം അതിന്റെ മുകളിലുള്ള എയർ അല്ലേ, ലാൻഡ് പെട്ടെന്ന് ചൂടായി അതിന് തൊട്ട് മുകളിലുള്ള എയർ എന്ത് പറ്റും? എയറിന് ചൂട് കിട്ടും. എയറിന് ചൂട് കിട്ടി എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് ലെസ് ഡെൻസർ ആവും, ഡെൻസിറ്റി കുറയും. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആ ലാൻഡിന്റെ തൊട്ട് മുകളിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോകും അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു കൺവെക്ഷനിൽ എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു സ്ഥലത്തെ എയർ ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലോട്ട് പൊന്തിയാൽ എന്താണ്, അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നെ എവിടെ നിന്ന് നമുക്ക് എയർ കിട്ടണം? പിന്നെ നമുക്കുള്ള സീ ആണ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ആ സമയത്ത് ലാൻഡിന് മുകളിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലോട്ട് പൊന്തി നിൽക്കുമായിരിക്കും, മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങും. അപ്പൊ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ സ്പേസ് ഫില്ല് ചെയ്യാൻ എന്ത് പറ്റും? നമ്മുടെ സീയുടെ മുകളിലുള്ള, ആ സമയത്ത് നമ്മൾ ലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീയുടെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ചും കൂടെ കോൾഡർ എയർ ആയിരിക്കും അല്ലെ. കോൾഡർ എയർ ആയിരിക്കും, അതിന് എന്തായിരിക്കും? ഡെൻസിറ്റി കൂടുതലുമായിരിക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മള് ലാൻഡിലുള്ള എയർ അതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ സീയിൽ നിന്നുള്ളത് ലാൻഡിലോട്ട് ബ്ലോ ചെയ്യും. എന്ത്? ലാൻഡിന് മുകളിൽ നിന്ന് പൊങ്ങിപ്പോയ എയറിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ എന്ത് പറ്റും? ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ വാട്ടർ. എന്ത് കാരണം? കാരണം വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെന്ന് മിസ് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? Air on the surface of earth get heated, expands and become less dense and it rises up. Okay, so ലാൻഡിന് തൊട്ട് മുകളിലുള്ള എയറിനെ സൺലൈറ്റ് കാരണം ചൂടേറ്റ് അവര് എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പൊങ്ങും. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ പ്രഷർ ലോ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഡെൻസിറ്റി കുറവായിരുന്നു, അതുപോലെ തന്നെ എന്താണ്, അവിടെ പ്രഷറും ലോ ആയിരിക്കും. അപ്പൊ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പറഞ്ഞു അല്ലേ. അപ്പൊ സീൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ലാൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ സീൽ ആ സമയത്ത് ഈ ലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ സീയുടെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൾഡർ ആയിരിക്കും, ഹൈ ഡെൻസിറ്റി ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അവര് ഇവിടെ ഉണ്ടായ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി സീയിൽ നിന്ന് ലാൻഡിലേക്ക് അല്ലെ, സീയിൽ ഒരു ഹൈ പ്രഷർ റീജിയനും നമ്മുടെ ലെസ് ഡെൻസർ ആയിട്ടുള്ള എയർ ഉണ്ടായിരുന്ന ലാൻഡിൽ ഒരു ലോ പ്രഷർ റീജിയനും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്താണ്? ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ എന്താണ്? എയർ മൂവ് ചെയ്യും അല്ലെ. സോ ദ കോൾഡർ എയർ ഓർ വിൻഡ് ഫ്രം ദ സീ blows to land to replace the space created by hot air. Okay, so ലാൻഡിൽ ഉണ്ടായിരുന്ന എയർ പെട്ടെന്ന് ചൂടായി മുകളിലോട്ട് പൊങ്ങി ഇങ്ങനെ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കും അല്ലെ, ലാൻഡിന് തൊട്ട് മുകളിലുള്ള എയർ. അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന ആ സ്പേസിലേക്ക് സീയിൽ നിന്ന് ലാൻഡിലേക്ക് എന്ത് വീശും മക്കളെ? നമ്മുടെ എയർ വീശും. ഓക്കെ,
അപ്പൊ എന്താണ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീ ബ്രീസ് അല്ലെ. രണ്ടാൾക്കാരെയും കൊടുത്തിട്ടുണ്ട്, സിയും കൊടുത്തിട്ടുണ്ട്, ലാൻഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിയും കൊടുത്തിട്ടുണ്ട്, ലാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ബേസിക്കലി ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് ലാൻഡിലേക്ക് അല്ലെ. അപ്പൊ ഇതാണ് സി. ഓക്കെ, ദിസ് ഇസ് സി, ഇത് ലാൻഡ്. അപ്പൊ എന്താ സംഭവിക്കുക? പകൽ സമയത്ത് നമ്മുടെ സൂര്യൻ ചേട്ടനുണ്ട് അല്ലെ, ഇത് സൂര്യൻ. ഓക്കെ, സൂര്യനുണ്ട്. അപ്പൊ എന്താണ് സൺ. ഓക്കെ, സൂര്യനിൽ നിന്ന് എന്താണ് നമുക്കറിയാം, സൂര്യൻ ലൈറ്റ് ലാൻഡിലേക്കും സീയിലേക്കും ഒരേപോലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ വാട്ടറിന്റെ പ്രത്യേകത എന്താണ്? വാട്ടർ അങ്ങനെ പെട്ടെന്ന് ചൂടാവോ? ഹീറ്റ് കിട്ടിയെന്ന് കരുതി പെട്ടെന്ന് അങ്ങ് ചൂടാകോ? ഇല്ല അല്ലെ. വാട്ടർ ഒരു തണുപ്പം മട്ടാണ്, പെട്ടെന്ന് ചൂടാവുകയില്ല, പെട്ടെന്ന് തണുക്കുകയില്ല അല്ലെ. അപ്പൊ എന്താണ് ലാൻഡ്? പക്ഷെ അങ്ങനെയല്ല, ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവും. സോ ലാൻഡ് എന്ത് പറ്റും? സൺലൈറ്റ് ആയിട്ട് ഈ ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പൊ ലാൻഡിന് തൊട്ട് മുകളിലുള്ള എയർ അല്ലെ, ലാൻഡിന് തൊട്ട് മുകളിലുള്ള ഈ എയർ മോളിക്യൂൾസ് എന്ത് പറ്റും? അവർ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അവർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡെൻസിറ്റി കുറയും. എക്സ്പാൻഡ് ചെയ്ത് ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? ഇതിന് തൊട്ട് മുകളിലുള്ള എയർ എന്ത് പറ്റും? ഇതിങ്ങനെ ഉയരും. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാം എയർ ഫ്രം ദ ലാൻഡ്, ലാൻഡിൽ നിന്നുള്ള വാം എയർ മുകളിലേക്ക് ഉയർന്ന് എന്ത് പറ്റും? ഇവരിങ്ങനെ മുകളിലേക്ക് ഉയർന്ന് പോകും. അപ്പൊ എന്ത് പറ്റും? ഇതിന് തൊട്ട് മുകളിലുള്ള എയർ ആണ് ഇങ്ങനെ ഉയർന്നു പോകുന്നത് അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും എന്താ ഈ ഒരു സ്ഥലത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. ഇവിടുത്തെ ഹോട്ട് എയർ പോയി കഴിഞ്ഞുമ്പോൾ എന്ത് പറ്റും? ഇത് ഹോട്ട് എയർ ഇങ്ങനെ പോകാൻ തുടങ്ങി അല്ലെ. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്ത് പറ്റും? അവരെ വെച്ച് നോക്കുമ്പോൾ സീയിലെ എന്ന് പറയുന്നത്, സീയുടെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് കോൾഡറുമായിരിക്കും. അവിടെ എന്തായിരിക്കും? കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് പറ്റും? അതുപോലെ തന്നെ അവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ലോ പ്രഷർ റീജിയനും ആയിരിക്കും, ലെസ് ഡെൻസർ എയറും ആയിരിക്കും. അത് കമ്പയർ ചെയ്യുമ്പോൾ സിയുടെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് കോൾഡർ പാർട്ടും ആയിരിക്കും. അതുപോലെ തന്നെ ഡെൻസിറ്റി കൂടുതലും ആയിരിക്കും, കൂടുതൽ കനവും ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് അവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും. അപ്പൊ എന്ത് പറ്റും? ഫ്രം ഹൈ പ്രഷർ റീജിയൻ ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഫ്രം സീ ടു ലാൻഡ് അല്ലെ. ഫ്രം സീ ടു ലാൻഡ് എന്താണ്? വിൻഡ് ബ്ലോ ചെയ്യും അല്ലെ. ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ. ഇത് ഹൈ പ്രഷർ ആണ്, ഇത് ലോ പ്രഷർ ആണ്. ഓക്കെ, സോ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ wind moves, and this is called as the breeze moving or wind moving from high pressure region above the sea to the low pressure region above the land. അതിനെയാണ് എന്ത് പറയാം മക്കളെ? നമ്മൾ സീ ബ്രീസ് എന്ന് പറയാം. അങ്ങനെയാണ് ലാൻഡ് ബ്രീസ് എന്തായിരിക്കും? സീയിൽ നിന്ന് ലാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഡേ ടൈമിലാണ് സീ ബ്രീസ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാൻഡ് ബ്രീസിൽ എന്തായിരിക്കും സംഭവിക്കുക? ലാൻഡ് ബ്രീസ് ഒന്ന് നോക്കിക്കേ. ലാൻഡ് ബ്രീസിൽ ഇതിന് നേരെ ഉൾട്ട. ഓക്കെ, അതായത് സീയിൽ നിന്ന് ലാൻഡിലേക്ക് പകരം ലാൻഡിൽ നിന്ന് സീയിലേക്കാണ് എന്ത് ലാൻഡ് ബ്രീസ് നടക്കുക. ഇത് നൈറ്റ് ടൈമിലാണ് കൂടുതൽ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ നൈറ്റ് ടൈമിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം നമ്മുടെ വാട്ടറിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലെ. വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്, അതായത് പെട്ടെന്ന് ചൂടാവുകയില്ല, പെട്ടെന്ന് തണുക്കുകയില്ല. ഓക്കെ, അങ്ങനെ ഒരു ഇതാണ്. അതേസമയം ലാൻഡ് നേരെ തിരിച്ചല്ലേ, ഭയങ്കര ചൂടനാണ്, പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് കൂടാവുകയും ചെയ്യും. അപ്പൊ നൈറ്റ് ടൈമിൽ നമ്മൾ കമ്പയർ ടു ഡേ ടൈം എന്താണ്? നമുക്കറിയാം അന്തരീക്ഷം നല്ല തണുത്തിരിക്കുന്ന സമയം അല്ലേ, സൺലൈറ്റ് കുറവല്ലേ. ഓക്കെ, സോ ലാൻഡ് എന്താണ് ഈ നൈറ്റ് ടൈമിൽ പെട്ടെന്ന് കൂളാവും. ഓക്കെ, നൈറ്റ് ടൈമിൽ നമുക്ക് പൊതുവെ അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, അപ്പൊ ലാൻഡ് പെട്ടെന്ന് കൂളാവും. കൂളാവുമ്പോൾ എന്താ സംഭവിക്കുക? കൂളാവുമ്പം അതിന് മുകളിലുള്ള എയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈ ഡെൻസിറ്റി ആയിരിക്കും അല്ലേ. സോ നൈറ്റ് ടൈമിൽ ഗ്രൗണ്ട് ലൂസസ് ഹീറ്റ് മോർ ക്വിക്ലി ദാൻ വാട്ടർ, അതായത് ഹീറ്റ് പോവുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അവിടെ കോൾഡ് ആവും അല്ലെ. അപ്പൊ എന്താണ്? കമ്പയർ ടു ദാറ്റ് എയർ ഓവർ ദ സീ ഇസ് വാർമർ. ഓക്കെ, ആ സമയത്ത് എന്താണ്? സീ ഓക്കെ, ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് എന്താണ്? പെട്ടെന്ന് ഹീറ്റ് ലോസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് ഹീറ്റ് ലോസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ആ സമയത്ത് എന്ത് പറ്റും? ലാൻഡില് ഉള്ള എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണ്, ഇപ്പൊ ഇത് ലാൻഡ് ആണ്. സോ മക്കളെ, നമ്മൾ ലാൻഡ് ബ്രീസിൽ എന്താണ് സംഭവിക്കുക? നൈറ്റ് ടൈമിൽ അല്ലെ, നൈറ്റ് ടൈമിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ്? ഹൈ പ്രഷർ റീജിയൻ, ലോ പ്രഷർ റീജിയൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഈ എയർ മൂവ് ചെയ്യുക അല്ലെ, എയർ അല്ലെങ്കിൽ വിൻഡ് മൂവ് ചെയ്യുക. സോ എന്താണ്? ലാൻഡ് ബ്രീസിൽ ലാൻഡിൽ നിന്ന് സീയിലേക്ക് വീശുന്നു. അങ്ങനെ ആദ്യമേ ഓർക്കുക, പിന്നെ എപ്പോഴും ഓർക്കുക, ലാൻഡിൽ നിന്ന് സീയിലേക്ക് ബ്രീസ് വരണമെങ്കിൽ ഹൈ പ്രഷർ റീജിയൻ എന്തിലായിരിക്കും? ലാൻഡിലായിരിക്കും. സീയിൽ എപ്പോഴും എന്തായിരിക്കും? ലോ പ്രഷർ റീജിയൻ ആയിരിക്കും വരിക. ഓക്കെ, സോ എന്തായിരിക്കും? നൈറ്റ് ടൈമിൽ നമ്മൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് ഹീറ്റ് ലോസ് ചെയ്ത് കൂളാവും അല്ലെ, പെട്ടെന്ന് എന്താണ്? തണുക്കും. ഓക്കെ, പകൽ സമയത്ത് പെട്ടെന്ന് ചൂടായ പോലെ രാത്രി സമയത്ത് എന്താണ്? ലാൻഡിന് മുകളിലുള്ള എയർ പെട്ടെന്ന് കൂളാകും.
അപ്പൊ എന്താണ്, കൂളാകുമ്പോൾ അവിടെ അതിന് മുകളിലുള്ള എയർ എന്തായിരിക്കും, കുറച്ചും കൂടി ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലെ, ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, സിയുടെ മുകളിലുള്ളത് സിയുടെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് ലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും, ഹോട്ടർ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്തായിരിക്കും, ഹൈ ടെമ്പറേച്ചർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ലാൻഡ് ഓൾറെഡി വളരെ കൂളായിട്ടായിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ്, സിയുടെ മുകളിലുള്ള എയറിനായിരിക്കും കുറച്ചും കൂടി ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പം എന്ത് പറ്റും, അവിടെയുള്ള എയർ മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് എന്ത് പറ്റും, റൈസ് ചെയ്യും, മുകളിലേക്ക് ഉയരും. അപ്പൊ അവിടെ എന്ത് പറ്റും, മുകളിലേക്ക് ഉയർന്ന് ലെസ് ഡെൻസർ ആയിട്ടുള്ള എയർ മുകളിലേക്ക് ഉയരുന്നു. എന്താ, സിയുടെ മുകളിൽ അല്ലെ, സിയുടെ മുകളിലേക്ക് ഉയർന്ന് എന്താണ് ലാൻഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേനും എന്ത് പറ്റും, അവിടെ നിന്നുള്ള ഹോട്ട് ആൻഡ് ഡെൻസർ എയർ മുകളിലേക്ക് പൊങ്ങുമ്പോഴത്തേനും ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എവിടെ നിന്ന് കാറ്റ് വീശും, ലാൻഡിലുള്ള കോൾഡർ എയർ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പം ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഇവിടെ എയർ ഫ്രം ദ ലാൻഡ് ബ്ലോസ് ടു ദ സീ ടു റീപ്ലേസ് എ സ്പേസ് ക്രിയേറ്റഡ്. ഓക്കെ, സോ നമുക്ക് അതെങ്ങനെ പറയാം, ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിക്കേ, ലാൻഡ് ബ്രീസിൽ നേരത്തെ പോലെ തന്നെ നമുക്ക് സീയും ഉണ്ട് ലാൻഡും ഉണ്ട് അല്ലെ. അപ്പൊ അതിലെന്താണ്, ഇത് സീ ആണ്, ഇത് ലാൻഡ് ആണ്. ഓക്കെ, സീയും ഉണ്ട് ലാൻഡും ഉണ്ട്. ഇനി എന്താ സംഭവിക്കുക, സീ ബ്രീസില് നമ്മൾ പറഞ്ഞു സിയിൽ നിന്ന് ലാൻഡിലേക്കാണ്. ഇപ്പം വൈകിട്ട് നമ്മൾ രാത്രി നടക്കുന്ന ലാൻഡ് ബ്രീസ് ആണ് അല്ലെ. അപ്പൊ ലാൻഡ് ബ്രീസിൽ എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങൾക്കറിയാം, ശ്രദ്ധിക്കുക, നൈറ്റ് ടൈമിൽ എന്താ സംഭവിക്കുക, ലാൻഡ് നമുക്കറിയാം പകൽ സമയത്ത് പെട്ടെന്ന് ചൂടാവുകയും രാത്രി സമയത്ത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പൊ ലാൻഡിന് മുകളിലുള്ള എയർ അല്ലെ, ലാൻഡിന് മുകളിലുള്ള എയറിനെ നമ്മളിപ്പോ സപ്പോസ് മിസ് ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇത് ലാൻഡ് ആണ്, ലാൻഡിന് മുകളിലുള്ള എയർ അല്ലെ. ഈ എയർ എന്ത് പറ്റും, ലാൻഡിന് മുകളിലുള്ള ഈ എയർ മോളിക്യൂൾസ് അല്ലെ, എന്താ പറ്റുക, ഇത് പെട്ടെന്ന് തണുത്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, കാരണം ലാൻഡ് നൈറ്റ് ടൈമിന് പെട്ടെന്ന് തണുക്കും, കൂളാവും. അതേസമയം സിയുടെ മുകളിലുള്ള മോളിക്യൂൾസിനെ മിസ് എന്താണ്, റെഡ് കളറിൽ മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, സോ സിയുടെ മുകളിലുള്ളതിനെ റെഡ് കളർ വെച്ചിട്ടും ലാൻഡിന് മുകളിലുള്ളതിനെ ബ്ലൂ കളർ വെച്ചിട്ടും മാർക്ക് ചെയ്തു. അപ്പൊ എന്ത് പറ്റും, രാത്രി സമയത്ത് ലാൻഡിന് മുകളിലുള്ള മോളിക്യൂൾസ് പെട്ടെന്ന് കൂളാവും അല്ലെ. കൂളായി എന്ത് പറ്റും, കൂളായി അവരവിടെ നിൽക്കുമായിരിക്കും. അതേസമയം സിയുടെ മുകളിലോ, സി നമുക്കറിയാം വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള നല്ല കൂടുതലായിട്ടുള്ള ഇതാണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർ പെട്ടെന്ന് കൂളാവോ, ഇല്ല അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, ലാൻഡിലുള്ള മോളിക്യൂൾസിനെ വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് രാത്രി കാലങ്ങളിൽ സിയുടെ മുകളിലുള്ള മോളിക്യൂൾസ് ആയിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പൊ എന്ത് പറ്റും, ഇവര് കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെന്ത് പറ്റും, ഇവിടുന്ന് ഈ ടെമ്പറേച്ചർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവർ എക്സ്പാൻഡ്, ആ ടെമ്പറേച്ചർ കാരണം അവർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് റൈസ് ചെയ്യാൻ തുടങ്ങും. ദേ ബിക്കം ലെസ് ഡെൻസർ അല്ലെ, ഡെൻസിറ്റി ലെസ് ആയതുകൊണ്ട് തന്നെ ഇവർ മുകളിലേക്ക് ഇങ്ങനെ റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവർ മുകളിലേക്ക് റൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇവരിങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേനും എന്ത് പറ്റും, നമ്മുടെ ഇവിടെ നിന്ന് ഇവർ മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുമ്പോഴത്തേനും ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. അപ്പം ഇവിടെ എന്ത് പറ്റും, ഇവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ. ലാൻഡിൽ ഹൈ പ്രഷർ ആയിരിക്കും, കാരണം എന്താണ്, അവിടെയുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൻസിറ്റി കുറവാണോ കൂടുതലാണോ, ഇവിടെ ഉള്ളതിന് ഹൈ ഡെൻസിറ്റി ആയിരിക്കും അല്ലെ, ഇവിടെയൊക്കെ ഉള്ളതിന് ലോ ഡെൻസിറ്റി. അപ്പൊ ഇവിടെ ഒരു ലോ പ്രഷർ റീജിയനും ഇവിടെ ഒരു ഹൈ പ്രഷർ റീജിയനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്താണ്, ഇവിടെയുള്ള സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്താണ്, നമ്മുടെ ലാൻഡിന് മുകളിലുള്ള മോളിക്യൂൾസ് ഇല്ലേ, ലാൻഡിന് മുകളിലുള്ള മോളിക്യൂൾസ് ലാൻഡിൽ നിന്ന് എന്ത് പറ്റും, ലാൻഡിൽ നിന്ന് എങ്ങോട്ട് വീശും, ലാൻഡിൽ നിന്ന് സീയിലേക്ക് വീശും. ഓക്കെ, ലാൻഡിൽ നിന്ന് സീയിലോട്ട് വീശും. എന്നിട്ട് എന്ത് പറ്റും, ഇവിടുത്തെ മോളിക്യൂൾസ് ഇവിടെ നിന്ന് മാറി എങ്ങോട്ട് വരും മക്കളെ, ഇവിടെ വന്ന് ഫില്ലാവും. ഓക്കെ, സോ അവരെന്ത് പറ്റി, ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയപ്പോൾ അവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീശി. ഓക്കെ, സോ ഈ സമയത്ത് എന്താ സംഭവിക്കുക, ദ കൂൾ എയർ ഫ്രം ദ ലാൻഡ്. ഓക്കെ, എയറിൽ നമുക്കറിയാം സിയുടെ മുകളിലായിരിക്കും ഉള്ള വാട്ടർ ആയിരിക്കും, സിയുടെ മുകളിലുള്ള സിയുടെ മുകളിലുള്ള വാട്ടർ അല്ല, സി എന്ന് വെച്ച വാട്ടർ തന്നെ അല്ലെ. സിയുടെ മുകളിലുള്ള എയർ മോളിക്യൂൾസ് എന്തായിരിക്കും, കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അവർക്ക് എന്താ സംഭവിക്കുക, അവർ പെട്ടെന്ന് തണുക്കത്തില്ല അല്ലെ. അപ്പൊ അവർക്ക് കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും, അവര് എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് ഉയരും. അതായത് ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്കറിയാം എയർ ലെസ് ഡെൻസറായി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടും. വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ എയർ ഇല്ല അല്ലെ, സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എപ്പോഴും എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു വാക്യൂം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡിന് മുകളിലുള്ള കോൾഡർ എയർ, അതായത്
ഫ്രം ഹൈ പ്രഷർ റീജിയൻ ലാൻഡിൽ നിന്ന് എന്താണ് കൂൾ എയർ ഫ്രം ദ ലാൻഡ് വിൽ റീപ്ലേസ് ദ വാം എയർ ഫ്രം ദി ഓഷ്യൻ. സോ ഫ്രം ലാൻഡ് ടു സീ ലാൻഡ് ബ്രീസ് ഒക്കേഴ്സ് അറ്റ് നൈറ്റ്. ഓക്കെ, സോ ഫ്രം എപ്പോഴും ഓർക്കുക സീ ബ്രീസ് ആണ് ഫ്രം സീ ടു ലാൻഡ്. അതിൽ തന്നെ സീയുടെ മുകളിൽ ഒരു ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും, ലോ പ്രഷർ റീജിയനിലേക്ക് എയർ മൂവ് ചെയ്യും. അതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുക. ലാൻഡ് ബ്രീസ് നൈറ്റിലായിരിക്കും സംഭവിക്കുക, ലാൻഡിൽ നിന്ന് സീയിലേക്ക്. ലാൻഡിൽ നിന്ന് സീയിലേക്ക് പോകണമെങ്കിൽ എന്താണ്, ലാൻഡിന്റെ മുകളിൽ ആയിരിക്കും ഹൈ പ്രഷർ റീജിയൻ, അതായത് കോൾഡർ പാർട്ട് ഉണ്ടാവുക. ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതുപോലെ കോൾഡർ പാർട്ടായിരിക്കും. ഓർക്കുക, അതായത് കൂടുതൽ കോൾഡർ പാർട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറവുള്ള എയർ ആയിരിക്കും അല്ലേ. ടെമ്പറേച്ചർ കുറവുള്ളതിനല്ലേ നമ്മൾ കോൾഡ് എന്ന് വിളിക്കുക. അപ്പോൾ ലാൻഡിൽ നിന്ന് സീയിലേക്ക് നമുക്ക് വീശും, അതായത് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. എപ്പോഴും ഓർക്കുക, എയർ ഈസ് മൂവിങ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. സോ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ഈ ഒരു ഫിഗറും കൂടെ വരച്ചാൽ പക്കയായി. ഓക്കെ, സോ നാച്ചുറൽ കൺവെക്ഷന്റെ രണ്ട് ഇതാണ്, സീ ബ്രീസും ലാൻഡ് ബ്രീസും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യണം അല്ലേ, ലിക്വിഡിലും ഗ്യാസിലും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, എയറിന്റെ ഫ്ലോയിനെയാണ്. ലിക്വിഡ്സ് കൊണ്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ അല്ലേ, നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഡ്യൂ ടു ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഇതിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ? ഇല്ല അല്ലെ, പ്രകൃതിയിലെ സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്, ആര്? നമ്മുടെ ഹാർട്ട് അല്ലേ. ഹാർട്ട് പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബ്ലഡ് ഓരോ സ്ഥലത്ത് എത്തുന്നത് അല്ലേ. നമുക്കറിയാം ആർട്ടറീസ്, വെയിൻ, അങ്ങനെ ഒത്തിരി സിസ്റ്റംസ് നമ്മുടെ ഉള്ളിലുണ്ട്, ഇതിന്റെ ഇന്റേണൽ സിസ്റ്റംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പമ്പിങ് ഓഫ് ബ്ലഡ് ഇൻസൈഡ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഹാർട്ടാണ്, ഹാർട്ടിന്റെ പ്രവർത്തനം മൂലമാണ് എന്ത്, ഹാർട്ട് നിലച്ചാൽ ഈ പമ്പിങ് എല്ലാം നിലയ്ക്കും അല്ലേ. അപ്പോൾ ഫോഴ്സ്ഡ് കൺവെൻഷൻ ഒരു എക്സാമ്പിൾ ആണ്, ഹാർട്ടിന്റെ പമ്പിങ് മൂലം ബ്ലഡ് എല്ലായിടത്തും എത്തുന്നത്. ഓക്കെ, സോ നാച്ചുറൽ കൺവെക്ഷനും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് കൺവെക്ഷന്റെ എക്സാമ്പിൾസ് പഠിക്കുക. അതിൽ തന്നെ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ, കൺവെക്ഷൻ, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ. അതിൽ മൂന്നാമത്തെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റേഡിയേഷന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്കറിയാം, നമ്മൾ സണ്ണിന് നിന്ന് എർത്തിലേക്ക് ഓക്കെ എന്താണ്, നമുക്ക് ഇടയ്ക്ക് സ്പേസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ മീഡിയം ഇല്ലാണ്ട് തന്നെ എന്താണ്, അതിലൂടെ ഹീറ്റ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്നുണ്ട് അല്ലേ, റേസ് ആയിട്ട്. സോ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് വിത്തൗട്ട് ദ നീഡ് ഫോർ മീഡിയം ഇൻ റേഡിയേഷൻ. ഓക്കെ, റേഡിയേഷനിൽ എന്താണ്, നമുക്ക് മീഡിയത്തിന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഏറ്റവും പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മോഡാണ് എന്ത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നിങ്ങൾക്കറിയാം അല്ലേ, EM വേവ്സിൽ EM വേവ്സിന്റെ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് മീഡിയത്തിന്റെ ആവശ്യമില്ല. സോ റേഡിയേഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആൻഡ് ഈ വേവ്സ് ഓക്കെ, റേഡിയേഷൻ എന്താണ്, ദേ പ്രൊപ്പഗേറ്റ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, സോ റേഡിയേഷൻ ഡസന്റ് റിക്വയർ എ മീഡിയം ആൻഡ് ദേ പ്രൊപ്പഗേറ്റ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സോ നമുക്ക് എക്സാമ്പിൾ പറയാം, സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻസ് അല്ലേ. സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻസ് ആണ് ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ EM വേവ്സ്. ഓക്കെ, സോ സണ്ണിൽ നിന്ന് എന്താണ് എർത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഇടയ്ക്ക് എന്താണ് സ്പേസ് റീജിയൻസ് ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷെ എന്താണ്, ആ സ്പേസിലൂടെയും റേഡിയേഷൻ എന്താണ് വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം. ഓക്കെ, സോ ഇതാണ് റേഡിയേഷന്റെ ഒരു പ്രത്യേകത. ഇതാണ് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതും കൂടെ നിങ്ങളൊന്ന് എന്താണ് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ഇതിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ഒരു മെയിൻ ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ, എന്താണ് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? അതായത് ന്യൂട്ടനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു വേർഡിൽ നിന്ന് കിട്ടി. അതായത് നമുക്കറിയാം ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് കാരണമാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലേ. സോ ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. നിങ്ങളൊരു സിസ്റ്റം എടുത്തു അല്ലേ, ഒരു പർട്ടിക്കുലർ പ്രഷറിലും വോളിയത്തിലും ടെമ്പറേച്ചറിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം. അതിന്റെ സറൗണ്ടിങ്സ്, എക്സ്റ്റേണൽ ഉള്ള എല്ലാ ഫാക്ടേഴ്സിനാണ് നിങ്ങൾ സറൗണ്ടിങ് എന്ന് പറയുന്നത്. സോ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലും ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ ലോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അല്ലേ, ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ഈ സിസ്റ്റമും സറൗണ്ടിങ് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഹീറ്റ് ലോസ് ആവുന്നത്. ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ആൻഡ് ഇതെന്താണ്, ഈ ഒരു ലോ വളരെ സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റമും സറൗണ്ടിങ്ങും വളരെ ചെറുതാണെങ്കിൽ മാത്രമാണ് മക്കളെ ഈ ഒരു ലോ വാലിഡ് ആവുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഓക്കെ, അതായത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് എഴുതാം dQ/dt, അതായത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അല്ലെ. DQ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ് ആണ് അല്ലെ. T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊപ്പോർഷണൽ സിമ്പിൾ ഇടാം. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ആണ് പറയുക അല്ലെ. T2 മൈനസ് T1, T2 മൈനസ് T1 എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ T2 T1 ഒക്കെ എന്താണ്? T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ആവറേജ് ടെമ്പറേച്ചർ.
T2 എന്ന് പറഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, T1 എന്ന് പറഞ്ഞാലോ, T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ്. ഓക്കെ, ഇത് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്. T2 എന്ന് പറഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം. ഓക്കെ, സോ rate of change of heat is directly proportional to the difference between the temperature of system and surrounding. T1 എന്ന് പറഞ്ഞാൽ it is a temperature of surrounding, T2 എന്ന് പറഞ്ഞാൽ it is temperature of the system അല്ലെങ്കിൽ എന്താണ് ആവറേജ് ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഇക്വേഷൻ ആക്കണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ, അതിനെ നമ്മൾ K എന്ന് വിളിക്കും. ഓക്കെ, K is equal to K T2 minus T1. ഓക്കെ, അപ്പം നമുക്കറിയാം റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ആണ് അല്ലേ, ഹീറ്റ് ലോസ് ചെയ്യുവാണ്, അതുകൊണ്ട് നമുക്ക് എന്താ അതൊരു മൈനസ് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹീറ്റിന്റെ രീതിയിൽ Q എന്ന് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് എന്താ DT by സ്മോൾ dt. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ T വെച്ചിട്ട് റേറ്റ് പറയുമ്പോൾ എന്താണ് D ക്യാപിറ്റൽ T ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ താഴത്തെയോ സ്മോൾ ടി ആണെങ്കിൽ ഇറ്റ് ഇസ് ടൈം. ഓക്കെ, ഇത് ടെമ്പറേച്ചർ ഒന്നെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹീറ്റിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ എപ്പോഴും സംഭവിക്കുന്ന ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ dQ/dt, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് പ്രോബ്ലംസിലൊക്കെ dQന് പകരം dt ആയിരിക്കാം. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കാം തരാം. എനിവേ ഇറ്റ് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈക്വൽ ടു K into T2 minus T1. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇറ്റ് ഈസ് എ ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, നിങ്ങളൊരു സിസ്റ്റം എടുക്കുന്നു. ഓക്കെ, ഇതൊരു സിസ്റ്റം. ഓക്കെ, ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ എന്താണ് കുറേ മോളിക്യൂൾസ് ഒക്കെ ഉണ്ട് അല്ലേ, ഇങ്ങനെ ഒത്തിരി മോളിക്യൂൾസ് ഉണ്ട്. അപ്പം ഈ മോളിക്യൂൾസിന് ഇതിന് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് 97 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 97 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ ഇത് സിസ്റ്റം. ഈ സറൗണ്ടിങ്സ് ഉണ്ട്, ഇതിനൊരു സറൗണ്ടിങ്സ് ഉണ്ട്, ഇതൊക്കെയാണ് സറൗണ്ടിങ്സ്. ഓക്കെ, ഇത് സറൗണ്ടിങ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇതിന്റെ സറൗണ്ടിങ്സിന്റെ സപ്പോസ് ടെമ്പറേച്ചർ 100 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ 97ഉം നമ്മുടെ സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചർ 100ഉം. ഓക്കെ മക്കളെ, ഇതൊക്കെ മിസ് എടുക്കുന്നത് ഒരു ഒരു ടെമ്പറേച്ചർ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ഐഡിയൽ കേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ട് വേണമെങ്കിൽ ഓക്കെ ഇത് 25 ഡിഗ്രി സെൽഷ്യസും ഇത് 37 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ റൂം ടെമ്പറേച്ചർ നമുക്കറിയാം അല്ലേ, നമ്മുടെ നോർമൽ ചുറ്റുപാടും ഒക്കെ 37 ഒക്കെ മാക്സിമം പോകാറുണ്ട്. അപ്പം ഈ ഒരു സിസ്റ്റത്തിന് 25 ഡിഗ്രി സെൽഷ്യസും ഓക്കെ ഈ ഒരു സിസ്റ്റത്തിന് 25 ഡിഗ്രി സെൽഷ്യസും നമ്മുടെ സറൗണ്ടിങ്സിന് സപ്പോസ് ഒരു 28 ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, 28 ആണെങ്കിൽ എങ്ങനെ വരും? 28 ആണെങ്കിൽ നിങ്ങൾക്കറിയാം സിസ്റ്റത്തിന് 25 ഡിഗ്രി സെൽഷ്യസും സറൗണ്ടിങ്ങിൽ 28 ഡിഗ്രി സെൽഷ്യസിനാണ്, ചുറ്റുമുള്ള എയറിലോ. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ ലോ ആണ് അല്ലേ, ഡിഫറൻസ് കുറവാണ്. അപ്പോൾ എന്തായിരിക്കും ദർ വിൽ ബി റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ്. ഓക്കെ, ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്. ടെമ്പറേച്ചർ ലൂസ് ആവുക അല്ലെങ്കിൽ ഹീറ്റ് ലൂസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ലൂസ് ആവുക എന്നല്ല, റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സോ ഹീറ്റ് ലോസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുക അല്ലേ. ഹീറ്റ് ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ആണ് വരിക. ഹീറ്റിൽ എപ്പോഴാണ് ഈ ഹീറ്റ് ലോസ് അല്ലെ ഹീറ്റ് ഗെയിൻ നടക്കുന്നത്? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളപ്പോഴാണ്. ഓക്കെ, സോ അതിനാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പറയാ. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് പറയുക. അതായത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആൻഡ് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ സ്മോൾ ആയിരിക്കണം. ഓക്കെ, അതിൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാം ടൈം കൂടുന്നതനുസരിച്ച് എന്താണ് ആ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, അതുകൊണ്ടാണ് മൈനസ് ഡി ക്യാപിറ്റൽ ടി ബൈ ഡി സ്മോൾ ടി എന്ന് എഴുതുക, അല്ലെങ്കിൽ dQ/dt നമ്മൾ എഴുതുന്നത് എന്തുകൊണ്ടാണ്? കാരണം ടെമ്പറേച്ചർ ടൈം കൂടുന്നതനുസരിച്ച് എന്താണ് ടെമ്പറേച്ചർ കുറഞ്ഞു വരും, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹീറ്റ് അതിനനുസരിച്ച് വേരി. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫും കൂടെ നിങ്ങൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് പഠിക്കുക. സോ ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഡീൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുറച്ചും കൂടെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റഡ് അല്ലേ, കൺവെക്ഷനും റേഡിയേഷനൊക്കെ. അപ്പം എന്ത് ചെയ്യുക, അത് നിങ്ങൾ
നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ മക്കൾക്ക് അത് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കും. സീ ബ്രീസും ലാൻഡ് ബ്രീസും പക്കായിട്ട് പഠിക്കുക. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിന്റെ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. dt ഓക്കെ, dt/dt എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, താഴത്തെ ചേഞ്ച് ഇൻ ടൈം ആണ്. ഈക്വൽ ടു k × T2 - T1. k എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, T2 - T1 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ടെമ്പറേച്ചർ സിസ്റ്റത്തിലെ സറൗണ്ടിങ്ങിലുള്ള ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എത്രമാത്രം ഹീറ്റാണ് ലോസ് ചെയ്യുന്നത്. ഓക്കെ, സോ dQ/dt ഈക്വൽ ടു k × T2 - T1. മൈനസ് ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് ആവുന്നത് കാരണം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ടൈം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഇടുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ഹീറ്റ് ലോസ് ആവുകയാണ് ചെയ്യുന്നത് ടൈം കൂടുന്നതനുസരിച്ച്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാ സെഷനിലുള്ള കാര്യങ്ങളോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെഷനിൽ ചോദിക്കാം. So see you in the next chapter with the next video. Bye.